യുഎസിന്റെ ഭീഷണികളെയൊക്കെ വെല്ലുവിളിച്ച് ഇന്ത്യ റഷ്യ ബന്ധങ്ങൾ മറ്റൊരു തലത്തിലേക്ക് ഉയരുകയാണ്. ഒരു ഭാഗത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസ നിഷേധിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ തങ്ങളുടെ രാജ്യത്തോട് ചേർത്ത് പിടിക്കുകയാണ്. റഷ്യയുടെ പുതിയ ചില നടപടികളാണ് ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ കൂടുതൽ ശക്തി തെളിയിക്കുന്നത്. മാത്രമല്ല, മോദി പുടിൻ ബന്ധം മറ്റു ചില തലങ്ങളിലേക്ക് ഉയരുന്നതിന്റെ സൂചനയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും വക്താക്കൾ വ്യക്തമാക്കുന്നുണ്ട്. റഷ്യൻ ഫെഡറേഷന്റെ 2026-27 അധ്യയന വർഷത്തെ ഗവൺമെന്റ് സ്കോളർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ക്ഷണിക്കുകയാണ്. വിവിധ വിഷയങ്ങളിൽ റഷ്യയിലെ പ്രമുഖ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. വൈദ്യശാസ്ത്ര രംഗത്തെ വിവിധ കോഴ്സുകൾ ഇംഗ്ലീഷിൽ ലഭ്യമാണെന്ന് റഷ്യൻ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതിനാൽ പ്രവേശന സമയത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് റഷ്യൻ ഭാഷയിലുള്ള അറിവ് നിർബന്ധമില്ല. എന്നാൽ റഷ്യൻ ഭാഷ പഠിക്കാൻ താല്പര്യമുള്ളവർക്കായി പ്രധാന കോഴ്സ് തുടങ്ങുന്നതിന് മുൻപ് ഒരു വർഷത്തെ പ്രിപ്പറേറ്ററി ലാംഗ്വേജ് കോഴ്സ് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാണ്. റഷ്യൻ സർക്കാർ സ്കോളർഷിപ്പിനുള്ള അപേക്ഷാ നടപടികൾ ആരംഭിച്ചു. മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ്, കസാൻ, വ്ളാഡിവോസ്റ്റോക്ക്, കലിനിൻഗ്രാഡ്, മറ്റ് പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി റഷ്യൻ സർവകലാശാലകളിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതിയിലൂടെ അവസരം ലഭിക്കും. ബാച്ചിലേഴ്സ്, സ്പെഷ്യലിസ്റ്റ്, മാസ്റ്റേഴ്സ്, എംഫിൽ, അഡ്വാൻസ്ഡ് ട്രെയിനിങ് എന്നിങ്ങനെ എല്ലാ അക്കാദമിക് തലങ്ങളിലും സ്കോളർഷിപ്പ് ലഭ്യമാണ്. മെഡിസിൻ, ഫാർമസി, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, കൃഷി, സാമ്പത്തിക ശാസ്ത്രം, മാനേജ്മെന്റ്, മാനവികത, ഗണിതം, സാമൂഹ്യശാസ്ത്രം, വ്യോമയാനം, ബഹിരാകാശ പഠനം, കായികം, കല എന്നിവയുൾപ്പെടെ വിവിധ വിഷയങ്ങൾ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാം. ഈ സ്കോളർഷിപ്പിനുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രവേശന പരീക്ഷകൾ ഉണ്ടായിരിക്കുന്നതല്ല. പകരം ഉദ്യോഗാർത്ഥികളുടെ മുൻകാല അക്കാദമിക് നേട്ടങ്ങളും പോർട്ട്ഫോളിയോയും പരിശോധിച്ചാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഗവേഷണ പ്രബന്ധങ്ങൾ, ശുപാർശ കത്തുകൾ, ദേശീയ അന്തർദേശീയ തലത്തിലുള്ള മത്സര സർട്ടിഫിക്കറ്റുകൾ, ഒളിമ്പ്യാഡുകൾ, മറ്റ് മികവ് തെളിയിക്കുന്ന രേഖകൾ എന്നിവ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്നത് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഈ സ്കോളർഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അവരുടെ താൽപര്യപ്രകാരം 6 സർവകലാശാലകൾ വരെ മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കാം. എന്നാൽ അന്തിമ പ്രവേശനം സർവകലാശാലകളുടെ മൂല്യനിർണ്ണയത്തിനും സീറ്റുകളുടെ ലഭ്യതയ്ക്കും വിധേയമായിരിക്കും. 2 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നത്. ജനുവരി 15 വരെ നീണ്ടുനിൽക്കുന്ന ആദ്യഘട്ടത്തിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പ്രാഥമിക ഷോർട്ട് ലിസ്റ്റിംഗും ഉൾപ്പെടുന്നു. 2ാം ഘട്ടത്തിൽ റഷ്യൻ ശാസ്ത്ര ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം സർവകലാശാലകളുമായി ചേർന്ന് വിദ്യാർത്ഥികൾക്ക് സ്ഥാപനങ്ങൾ അനുവദിക്കുകയും വിസ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. യോഗ്യതാ മാനദണ്ഡങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിനും പുതിയ അപ്ഡേറ്റുകൾക്കുമായി ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം റഷ്യയിലെ പ്രധാന എണ്ണ കമ്പനികൾക്ക് അമേരിക്കയും യൂറോപ്പും ഉപരോധം ഏർപ്പെടുത്തിയിട്ടും റഷ്യയിൽ നിന്നും വില കുറഞ്ഞ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് തുടരാൻ ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന റഷ്യ-ഇന്ത്യ വാർഷിക ഉഭയകക്ഷി ഉച്ചകോടിക്കായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ പുടിൻ പറഞ്ഞു, ഇന്ത്യയിലേക്ക് തടസ്സമില്ലാതെ ഇന്ധനം എത്തിക്കാൻ റഷ്യ തയ്യാറാണ്. ചൈനയ്ക്ക് ശേഷം റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഏറ്റവും വലിയ 2ാമത്തെ ഉപഭോക്താവാണ് ഇന്ത്യ. അത് വാങ്ങുന്നത് നിർത്താൻ യുഎസിൽ നിന്നും കൂടുതൽ സമ്മർദ്ദം നേരിടുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.